ഒരു കവർ പഴത്തിന് 50 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഇത് തന്നെ കുറയ്ക്കാമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടെന്നും കുട്ടികൾ പറയുന്നു. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഞാവൽപ്പഴത്തിന് 150 രൂപ വരെ ഈടാക്കുമ്പോഴാണ് 50 രൂപയിൽ കുറവ് വേണമെന്ന ആവശ്യവുമായി ആളുകൾ വരുന്നതെന്നാണ് ഇവരുടെ പരാതി. അല്ലാതെ ഇവിടെ റോഡ് സൈഡിലൊന്നും ഇല്ലല്ലോ. തൊഴിലിന് എടുക്കുന്നല്ല, പറച്ചന്നെ എടുക്കുമല്ലേ? എപ്പോൾ തുടങ്ങാം? മെയ് ജൂൺ മുതലോ? ജൂൺ ജൂലൈ 2 മാസം അല്ലേ? 2 മാസം ഉണ്ടാവുള്ളൂ അല്ലേ? ഇന്നലെ വന്നപ്പോ കൊറേ പേരുണ്ടായിരുന്നല്ലോ. കൊറേ പേരുണ്ട്, എല്ലാരും പണിക്ക് പോകും. അങ്ങനെയല്ലേ? പണിക്ക് അങ്ങനെയൊക്കെ പോകും, എല്ലാരും കാട്ടിൽ പോയിട്ടുണ്ട്. മെയ് മാസം കഴിഞ്ഞാൽ പിന്നെ വയനാടൻ വഴിയോരങ്ങൾ കുരുന്നുകൾക്ക് സ്വന്തമാകും. പിന്നീട് വഴിയോരങ്ങളിൽ കുരുന്നുകളുടെ ഞാവൽപ്പഴ വിൽപ്പന സജീവമാകും. ഗോത്രവർഗ വിഭാഗക്കാരായ കുരുന്നുകൾ കാടും മലയും താണ്ടിയാണ് ഈ ഞാവൽപ്പഴങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നത്. ഗോത്രവിഭാഗങ്ങളായ കാട്ടുനായ്ക്കരും പണിയരുമാണ് കാട്ടിൽ പോയി ഞാവൽ പെറുക്കാൻ മുന്നിൽ നിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളോ അല്ലെങ്കിൽ യുവാക്കളുടെ ചെറിയ സംഘങ്ങളായോ ഒക്കെയാണ് ഞാവൽപ്പഴം പറിച്ചെടുക്കുവാനായി കാട്ടിലേക്ക് പോകുന്നത്. 2-3 പേർ മരങ്ങളിൽ കയറുമ്പോൾ താഴെയുള്ളവർ താഴെ പ്ലാസ്റ്റിക് ഷീറ്റും മറ്റും വിരിച്ച് പഴങ്ങൾ കേടുകൂടാതെ ശേഖരിക്കും. പിന്നീട് ഇവ വലിയ പാത്രങ്ങളിലാക്കി വീടുകളിൽ എത്തിച്ച് വിൽപ്പനയ്ക്കായി തയ്യാറാക്കും. മെയ് ജൂൺ മാസങ്ങളിലാണ് വയനാടൻ കാടുകളിൽ ഞാവൽപ്പഴം സുലഭമാവുന്നത്. നല്ല മധുരമുള്ള ഞാവൽപ്പഴങ്ങളാണ് കാടുകളിൽ നിന്നും ലഭിക്കുക. പ്രധാനമായും 2 തരത്തിലുള്ള ഞാവൽപ്പഴങ്ങളാണ് വയനാടൻ കാടുകളിലുള്ളത്. വലിപ്പമുള്ളതും മാംസളമായതുമായ നീർഞ്ഞാവലാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ചെറിയതും നല്ല മധുരമുള്ളതുമായ കാർഞാവലാണ്. കാർഞാവലാണ് ഇപ്പോൾ കാടുകളിൽ നിന്ന് ഏറ്റവും അധികം ലഭിക്കുന്നത്. മധുരമുള്ള പഴങ്ങളായതുകൊണ്ട് തന്നെ ഇവ വേഗത്തിൽ വിറ്റുപോകുന്നതായി കുരുന്നുകൾ പറയുന്നു. ഒരു കവർ പഴത്തിന് 50 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഇത് തന്നെ കുറയ്ക്കാമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടെന്നും കുട്ടികൾ പറയുന്നു. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഞാവൽപ്പഴത്തിന് 150 രൂപ വരെ ഈടാക്കുമ്പോഴാണ് 50 രൂപയിൽ കുറവ് വേണമെന്ന ആവശ്യവുമായി ആളുകൾ വരുന്നതെന്നാണ് ഇവരുടെ പരാതി. വന്യമൃഗങ്ങളുടെ ആക്രമണം അതിജീവിച്ച് വലിയ മരങ്ങളിൽ കയറി ഞാവൽപ്പഴങ്ങൾ പറിച്ചെടുക്കുവാനുള്ള പ്രയാസം അറിയുന്നവരാരും ഇങ്ങനെ വിലപേശാൻ നിൽക്കാറില്ല എന്നും കുഞ്ഞുങ്ങൾ പറയുന്നു. ഇത്രയേറെ കഷ്ടപ്പെട്ട് ശേഖരിക്കുന്ന പ്രകൃതിദത്തമായ ഈ പഴങ്ങൾ ചില വഴിയോര യാത്രക്കാർ പലപ്പോഴും വാങ്ങുന്നില്ല എന്നതും ഇവർ ദുഃഖത്തോടെ പറയുന്നു. കടുവ, ആന എന്നിവയുടെ ആക്രമണങ്ങൾ കൂടി ഭയന്നാണ് നിത്യച്ചെലവ് ഒപ്പിക്കുവാനുള്ള ഇവരുടെ ഈ സാഹസിക വിൽപ്പന. അപ്പോൾ ഏതായാലും വയനാടൻ യാത്ര പോകുന്ന സഞ്ചാരികൾ ഈ കുരുന്നുകൾക്ക് നേരെ ഇനി മുഖം തിരിക്കരുതേ. അരക്കിലോ എത്ര ആളെ നിങ്ങൾ ഇവിടുന്ന് പറിക്കുന്നതന്നെയാ? കാട്ടിന്റെ ഉള്ളിൽ തന്നെ പറക്കുന്നല്ലേ? തൊഴിഞ്ഞെടുക്കും? ഇല്ലില്ല, പറിക്കുന്നതാണ്. കേറി പറിക്കുന്നല്ലേ? 2 എടുത്തോളൂ. എത്ര? 50. എന്നാ ശരി, ഓക്കെ. ശരി. എത്ര എണ്ണം കൊണ്ടുവരും ഒരു ദിവസം? ഇവിടെ കിട്ടിയില്ല, കാട്ടിലുള്ളിൽ പോണ്ടേ, ആനക്കാട്ടിലൊക്കെ. അല്ലാതെ ഇവിടെ റോഡ് സൈഡിലൊന്നും ഇല്ലല്ലോ? റോഡ് സൈഡിലില്ല, കാട്ടിനുള്ളിൽ പോണം. തൊഴിലിന് എടുക്കുന്നല്ല, പറച്ചന്നെ എടുക്കുമല്ലേ? എപ്പോൾ തുടങ്ങാം? മെയ് ജൂൺ മുതലോ? ജൂൺ ജൂലൈ 2 മാസം അല്ലേ? 2 മാസം ഉണ്ടാവുള്ളൂ അല്ലേ? ഇന്നലെ വന്നപ്പോ കൊറേ പേരുണ്ടായിരുന്നല്ലോ. കൊറേ പേരുണ്ട്, എല്ലാരും പണിക്ക് പോകും. അങ്ങനെയല്ലേ? പണിക്ക് അങ്ങനെയൊക്കെ പോകും, എല്ലാരും കാട്ടിൽ പോയിട്ടുണ്ട്. ആയിക്കോട്ടെ.